തിരൂർ മണ്ഡലത്തിലെ തെക്കൻ കുറ്റിയിലെ ആനപ്പടിയിലെ 166-ാം ബൂത്തിലാണ് ഒരു കള്ളവോട്ട് ആരോപണം ഉയർന്നത്. ആനപ്പടി സ്വദേശിയായ സെജീറ മോളെ ഇവിടെ ബൂത്തിൽ വന്നു വോട്ട് ചെയ്യാനെത്തി കയ്യിൽ മഷി പുരട്ടി. അപ്പോഴാണ് ഈ വോട്ട് മറ്റൊരാൾ ചെയ്തുവെന്ന് ഈ ഉദ്യോഗസ്ഥർ ഇവരെ അറിയിക്കുന്നത്. അവർ തന്നെ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ സംഭവം? ഞാനിവിടെ വോട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നോക്കി ഐഡൻറ്റി കാർഡ് ഇതൊക്കെ നോക്കിക്കൊണ്ട് അവരെന്നെ കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം കൈമ മഷി പുരട്ടി. അതിൻ്റെ ശേഷമാണ് ഇവർ പറയണത് വോട്ട് ആരും ചെയ്തിക്കണമെന്നുള്ളത്, വേറെ ആരോ ചെയ്ത് പോയിക്കണമെന്നുള്ളത്, രാവിലെ ചെയ്ത് പോയിക്കണമെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒന്നും പ്രതികരിച്ചില്ല. പിന്നെ അവർ ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ പ്രതികരിച്ചു. വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് അത് ചെയ്യൂല, എനിക്ക് ഇതിൻ്റെ തെളിവ് കിട്ടണം എന്ന് പറഞ്ഞു. ആരാ ചെയ്തിക്കണമെന്നുള്ള തെളിവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്തിക്കണമെന്നുള്ളത് അറിയണം. പക്ഷേ ഇവർ ഒപ്പിടണി കൈമ മഷി പോയിട്ടിന് മുന്നേ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് അവരോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു. അവരെന്താണ് ഇപ്പം മറുപടി എന്താണ് പറയുന്നത്? അവർ എനിക്ക് വോട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വോട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആവശ്യം എന്താണ്? എനിക്കിത് ആരാന്നുള്ളത് തെളിയിക്കണം. ഇതാരാണ് ഇങ്ങനെ ചെയ്തിക്കണമെന്നുള്ളത് അറിയണം. ഞാൻ വോട്ടും ചെയ്യണം. ഇത് വോട്ട് ചെയ്തതാണ് ആരാണ് അറിയും വേണം. പിന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും അഡ്രസ്സ് വെച്ച് വരുന്നതല്ലേ, പേര് വിളിച്ച് പറയുന്നത്. ഇവിടുത്തെ ബൂത്ത് ഓഫീസർമാർ ഇത് പറയണ പേര് വിളിച്ച് പറഞ്ഞിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ അഡ്രസ്സൊന്നും വിളിച്ച് പറയാതെ ഇവർ പറഞ്ഞ് നമ്പർ മാത്രം പറയണുള്ളൂ. അത് അതിൻ്റെ മുന്നേ അങ്ങനെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം പേര് വിളിച്ച് പറയൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബൂത്ത് ഓഫീസർമാരെ തെറ്റാണ്. മഷി പുരട്ടിയതിന് ശേഷമാണ് ഇവർ വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവർക്ക് വോട്ട് ചെയ്യാന്ന് പറയുന്നത്. അത് ബാക്കിന് ആരാ പറയാണ് ഇവരെ വോട്ട് ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യാനാണ് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരെന്താണ് പറയുന്നത്? അവര് ഇനി ആരാണ് ചെയ്തിക്കണേനൊന്ന് നോക്കട്ടെ, ക്യാമറ ചെക്ക് ചെയ്യട്ടെ അത് പറഞ്ഞിട്ട്. എന്തായാലും ആരാ ചെയ്തെന്ന് അറിയണം. അതറിയണം, ആരാ ചെയ്തതെന്നുള്ള അറിയണല്ലോ. അത് കാരണം ഞങ്ങളെ അഡ്രസ്സും ഞങ്ങളെ വീട്ടുപേരൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു പ്രായ സ്ത്രീൻ്റെ കൂടെ വന്നിട്ടാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്യാമറ ചെക്ക് ചെയ്ത് വരുമോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ നിന്നല്ല, കളക്ടർ ഓഫീസിൽ നിന്നാണ് ചെക്ക് ചെയ്തിട്ട് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആരാണ് ചെയ്തതെന്നുള്ളത് ഇനി ഇവരുടെ അടുത്ത് തെറ്റിയതാണോ എന്താന്നുള്ളത് അറിയില്ല. എന്തായാലും വോട്ട് ചെയ്തു പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഇതിൽ ഈ സ്ലിപ്പിൽ ZVT നമ്പർ കൊടുത്തിട്ട് അതാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അവർക്ക് കൂടെ കൊടുത്തിട്ടുള്ളത് ആധാർ നമ്പറാണ്. ഈ ആധാർ നമ്പറിന് 4 ഡിജിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ 256 അങ്ങനെ ഏതോ ആണ്. ഇവരെ 4 ഡിജിറ്റ് വരുന്നത് വേറെയാണ് നമ്പർ വരുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് ഈ സ്ലിപ്പിൽ ഫോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ അവർ പിന്നെ ഫേസ് ശരിക്കും ശ്രദ്ധിച്ചിട്ട് അവരുടെ കയ്യിലുള്ള സ്ലിപ്പിൽ ഈ ആൾ തന്നെയാണോ വന്നതെന്ന് നോക്കണം. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മുഖം പിന്നെ ഇതായിട്ടുള്ള ആളാണ് വന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ വരെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അഴിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ അത് പ്രൂഫ് കഴിയുമ്പോൾ ആൾ തന്നെയാണോ വന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ കയ്യിൽ മഷി വരട്ടാൻ പാടുള്ളൂ. ഇതുവർ ആദ്യം തന്നെ മയിൽ മഷിയൊക്കെ വരട്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വോട്ട് നേരത്തെ ചെയ്ത് പോയിക്കണം, മോർണിംഗിൽ വന്ന് ചെയ്തൊക്കെ പോയിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ കളക്ടറേറ്റിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ആരാന്നുള്ളത് കൺഫേം ആക്കിയിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പിന്നെ ഏതൊരാൾക്കും അവകാശമുള്ളതാണല്ലോ, ആ അവകാശം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രധാനമായി ഇവർ രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു. അപ്പോഴാണ് കയ്യിൽ മഷി പുരട്ടുന്നു. പിന്നീടാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മറ്റൊരാൾ ഈ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് ആരാണ് ചെയ്തതെന്ന് അവർ വ്യക്തമാക്കുന്നത് അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു അബദ്ധം ഉണ്ടായതെന്ന് അവർ പറയുന്നില്ല. ഏതായാലും 5 മണിക്ക് ശേഷം ഇവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഉദ്യോഗസ്ഥരെത്തിയത്. അങ്ങനെ തിരൂരിലും കള്ളവോട്ട് ആരോപണം വന്നിരിക്കുന്നു. ഒരു സ്ത്രീ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തതായി പരാതി പറഞ്ഞിരിക്കുന്നു. അവരാണിപ്പോൾ മീഡിയ വണ്ണുമായി സംസാരിച്ചത്.